friends, welcome back to my channel Reena's Food Recipe. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ഒരു കസ്റ്റാർഡ് പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു സിറപ്പ് തയ്യാർ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം, ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിലോട്ട്, ഒട്ടും വെള്ളം ചേർക്കാത്ത ജ്യൂസാണ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സിറപ്പാക്കിയെടുക്കാം. ഇതാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന സിറപ്പ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. ചെറുതായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ഓറഞ്ച് സിറപ്പ് അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാറ്റിയിട്ട് അതിലോട്ട് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കാൻ കയ്യിലുണ്ടെങ്കിൽ, മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ്. ഞാൻ 2 ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ₹10 2 ചെറിയ പാക്കറ്റാണ്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം, കട്ടയൊന്നും കൂടാതെ. പാലിലോട്ട് നമുക്ക് മധുരത്തിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കസ്റ്റാർഡ് മിക്സ് കുറേശ്ശെ ചേർത്ത് ഇളക്കി കുറുക്കിയെടുക്കാം. കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം.
ഫ്ലേവറിന് കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂൺ. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഒരു ആരോറൂട്ട് ബിസ്ക്കറ്റ്, ജ്യൂസ്, കസ്റ്റാർഡ്, കുറച്ച് ജ്യൂസ്, ഓറഞ്ചിൻ്റെ കൂടെ എപ്പോഴും കേക്ക്, ബിസ്ക്കറ്റ് എല്ലാം നല്ല കോമ്പിനേഷനാണ്. കുറച്ച് കളർഫുള്ളാണ്, എന്നാൽ അതേസമയം വെറൈറ്റി ടേസ്റ്റാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലെല്ലാം കസ്റ്റാർഡ് പൗഡറൊക്കെ മിക്കപ്പോഴും കുറച്ചൊക്കെ സ്റ്റോക്ക് കാണും. അപ്പം ഈ വേനൽക്കാലത്തേക്കൊക്കെ നമുക്ക് ഫ്രൂട്ട് സലാഡ് പോലെയുള്ളതൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് സ്റ്റോക്ക് വെക്കുക. അപ്പം ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ പരീക്ഷിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.